ഹജ്ജ് കർമ്മം നടക്കുന്ന മിനായിൽ 400 കിടക്കകളോടെയുള്ള പുതിയ ആശുപത്രിയുടെ വികസനം പുരോഗമിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കിദാന ഡെവലപ്മെന്റ് കമ്പനിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ആരോഗ്യ സേവനങ്ങളും അടിയന്തര ചികിത്സാ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ലക്ഷ്യം. മിന എമർജൻസി ഹോസ്പിറ്റൽ 2ന്റെ വിപുലീകരണ പ്രവർത്തനത്തിന്റെ നിലവിലെ ഘട്ടത്തിൽ 3 നിലകളുടെയും ഒരു അനുബന്ധ കെട്ടിടത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. മൊത്തം 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ആശുപത്രിയുടെ ശേഷി 40,000 കിടക്കകളായി ഉയർത്തുന്നതാണ് പദ്ധതി. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് സീസണിൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ 5,300 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ആശുപത്രിയിൽ 200 കിടക്കകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംയോജിത ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് മിന എമർജൻസി ഹോസ്പിറ്റൽ 1 പാലം വഴി മിന എമർജൻസി ഹോസ്പിറ്റൽ 2നെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ മിനായിലെ തീർത്ഥാടക സംഗമ കേന്ദ്രങ്ങൾക്കടുത്തുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുകയും അതിവേഗ ചികിത്സ ഉറപ്പാക്കുകയുമാണ് ആശുപത്രി വികസനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ മക്കയിലെ വിശുദ്ധ പള്ളിയെ കേന്ദ്രീകരിച്ച് സൗദി റെഡ് ക്രസന്റ് അതോറിറ്റി വൻതോതിലുള്ള മെഡിക്കൽ പ്രവർത്തന പദ്ധതികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്കും സന്ദർശകർക്കും സുരക്ഷിതവും വേഗത്തിലുമുള്ള അടിയന്തര സേവനം ലഭ്യമാക്കുന്നതിനായി 270-ലധികം ആംബുലൻസ് യൂണിറ്റുകളാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലും വിന്യസിപ്പിച്ചിട്ടുള്ളത്. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.